ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജിയോജിബ്ര സെറ്റിങ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളതിൽ മനസ്സിലാക്കുന്നത് ടൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ടൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും: കസ്റ്റമൈസ് ടൂൾ ബാർ, ക്രിയേറ്റ് ന്യൂ ടൂൾസ്, മാനേജ് ടൂൾസ്. ഇത് നമുക്ക് ആദ്യം എന്താണ് കസ്റ്റമൈസ് ടൂൾ ബാർ നോക്കാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജിയോജിബ്രയിലെ എല്ലാ ടൂളുകളും ഇവിടെ കാണിക്കും. ഇവിടെ കാണുന്ന എല്ലാ ടൂളുകളും നമ്മൾ കസ്റ്റമൈസ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഓരോ ടൂളുകളും എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം. ഞാനിവിടെ മൂവ് ടൂള് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് വലതുവശത്തേക്ക് ടൂൾസ് എന്ന ഭാഗത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ മൂവ് ടൂള് ടൂൾ ബാറിൽ നിന്ന് പോയി ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ടൂൾ ബാറിലെ 3 ഭാഗവും സെപ്പറേറ്റ് ആണ് വന്നത്. അങ്ങനെ ഓരോന്നും ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് വലതുവശത്തേക്ക് മാറ്റുന്നു. എല്ലാ ടൂളുകളും മാറ്റുകയാണ്. അപ്പോൾ ടൂൾ ബാറിലെ ടൂൾസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ടൂൾ ഞാൻ ടൂൾ ബാറിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. വലതുവശത്തേക്ക് മാറ്റി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഇനി അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ നോക്കൂ, അപ്ലൈ ചെയ്തപ്പോൾ ജിയോജിബ്രയുടെ മെനുവിൽ ഒരു ടൂളും ഇല്ല, ടൂൾ ബാർ കാലിയാണ്. നമുക്ക് എങ്ങനെ പഴയ അവസ്ഥയിൽ കൊണ്ടുവരാൻ നോക്കാം. വീണ്ടും ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റമൈസ് ടൂൾ ബാർ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ശേഷം റീസ്റ്റോർ ഡീഫോൾട്ട് ടൂൾ ബാർ എന്ന് കൊടുത്താൽ നമുക്ക് പഴയ പോലെ ആവുന്നതാണ്. എന്നാൽ നമുക്ക് ചില ടൂളുകൾ മാത്രം മതി. ജിയോജിബ്രയിലെ ഈ എല്ലാ ടൂളും നമുക്ക് ആവശ്യമില്ല. കുട്ടികളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ എല്ലാ ടൂളുകളും ആവശ്യമില്ല. കുറച്ച് ടൂൾ മാത്രം മതി. നമുക്ക് ആ ടൂൾ മാത്രം ടൂൾ ബാറിൽ വരുത്താൻ സാധിക്കും. ഉദാഹരണത്തിന്, എനിക്ക് മൂവ് ടൂൾ വേണം. ക്ലിക്ക് ചെയ്തിട്ട് ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇപ്പോൾ മൂവ് ടൂൾ അവിടെ അത് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് സർക്കിളിനെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളുമായി ബന്ധപ്പെട്ട ടൂളുകളൊക്കെ അതിലേക്ക് ഇടാം. നോക്കൂ, ഇവിടെ ഈ ടൂൾ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ഈ സർക്കിൾ ടൂൾ മാറ്റുന്നു. ഇപ്പോൾ 2 സർക്കിൾ ടൂൾ സെപ്പറേറ്റ് ആണ് വന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് 2 ഒന്നാക്കാം. അത് ചെയ്യേണ്ടത്, നമ്മൾ 2 ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, മറ്റേലേക്ക് ഡ്രാഗ് ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സർക്കിളിനുള്ളിൽ തന്നെ 2 ടൂളുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ടൂളുകളെ സെക്ഷനാക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ കൂടി, പോളിഗൺ ടൂൾ കൂടി വെക്കാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടു. നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ടൂളാണ് നമുക്കുള്ളത്. അതിൽ ഇവിടെ 2 ടൂള് ഒരു മെനുവിൽ തന്നെയുണ്ട്. ബാക്കിയൊക്കെ ഓരോ ടൂളുകളാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ജിയോജിബ്ര മെനുവിൽ ആകെ ഈ ടൂളുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുട്ടികളെ ഈ ടൂൾ വെച്ച് സർക്കിളിലെ കുറച്ച് കാര്യങ്ങളോ വേണ്ട ഇഷ്ടമുള്ളത് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണം, ഞാനിവിടെ സർക്കിൾ സെൻറ്റർ റേഡിയസ് എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജിയോജിബ്ര വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റേഡിയസ് ആവശ്യപ്പെടും. സെൻറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഈ റേഡിയസ് കൊടുക്കണം. ഞാനൊരു 3 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. നമുക്ക് സർക്കിൾ കിട്ടിക്കഴിഞ്ഞ് മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. ഇനി ഈ ഒരു പോളിഗൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ മാത്രം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ജിയോജിബ്ര ടൂൾ ബാറിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മറ്റുള്ള ടൂൾസ് എടുത്തിട്ട് അവരുടെ ശ്രദ്ധ ഒന്നും മാറിപ്പോവുകയില്ല. ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ച് ഫയലിൽ കൊണ്ടുവരാൻ നോക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് കസ്റ്റമൈസ് ടൂൾ ബാർ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റീസ്റ്റോർ ഡീഫോൾട്ട് ടൂൾ ബാർ ക്ലിക്ക് ചെയ്താൽ ആവശ്യമുള്ള ജിയോജിബ്ര സെറ്റിങ്സ് എല്ലാ ടൂളുകളും പഴയതുപോലെ തന്നെ ആകും. ജസ്റ്റ് ബാക്ക് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ടൂളുകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ക്രിയേറ്റ് ന്യൂ ടൂൾസ് എന്ന കാര്യമാണ്.